പട്ടിയെ തൊട്ട് പോയേക്കല്ല, പട്ടിയെ തൊട്ട് പോയേക്കല്ല, പട്ടിയെ തൊട്ട് പോയേക്കല്ല. പട്ടിയെ തൊട്ട് പോയാൽ കേസ് മാറും. പട്ടിയെ തൊട്ട് പോയാൽ കേസ് മാറും. ആ, പട്ടിയെ തൊട്ട് പോയാൽ നീ കേസ് മാറും. നീ ധൈര്യം ഉണ്ട് കയറി, ധൈര്യം ഉണ്ട് കയറി, ധൈര്യം ഉണ്ട് കയറി, ധൈര്യം. ഇപ്പൊ നിങ്ങൾ കണ്ടൊരു വീഡിയോ, അതിൽ കുറെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മൾ ഭക്ഷണങ്ങൾ കൊടുക്കുന്ന ആണ് ഇവരെന്തിനാണ് എറിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വഴിത്തർക്കമാണ്. ഈ വഴിത്തർക്കം എന്ന് പറയുമ്പോൾ പൊതുവഴി, ആളുകൾക്ക് ഉപയോഗിക്കേണ്ട പൊതുവഴിയാണ്, അങ്ങോട്ട് പോകുന്ന അംഗൻവാടിയിലേക്കൊക്കെ പോകുന്ന വഴിയാണ്. ഇയാൾ ഇത് വിട്ടു കൊടുക്കത്തില്ല, ഒരു സെന്റ് പോലും, അല്ല ഒരു ഇഞ്ച് പോലും വിട്ടു കൊടുക്കത്തില്ല. ഈ വ്യക്തി എന്ന് പറഞ്ഞ മുൻ മെമ്പറാണ്, ഇവിടുത്തെ വള്ളിക്കോട് പഞ്ചായത്തിലെ വാഴമുട്ടം എന്ന സ്ഥലത്തെ മുൻ മെമ്പറായിരുന്നു. ഇയാൾ ഇത് വിട്ടു കൊടുക്കത്തില്ല. അപ്പോൾ ഇയാൾ ഈ ജീവികളോട് ചെയ്ത ക്രൂരതയുടെ ഫലമാണ്. നോക്കി, ഇവര് എറിഞ്ഞ് ഓടിക്കുകയാണ്. അവർ പറഞ്ഞത് മാത്രമല്ല, അതിൻ്റെ വീടിനകത്ത് ഉൾപ്പെടാതെ ഇയാൾ വിഷം വെച്ച് കൊല്ലുമെന്നും കൂടെ പറഞ്ഞു. ഇതൊന്നും നമ്മൾ കേട്ട് പേടിക്കുന്നതല്ല. ഇയാൾ പറയുന്നത് ഞാനൊരു സഖാവാണ്. നിങ്ങൾ നോക്കിക്കോണം, ഒരു സഖാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദിക്ക് തുല്യമാക്കി മാറ്റി ഇയാൾ. ഞാനൊരു സഖാവാണ്, എനിക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, രാഷ്ട്രീയമല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. നോക്കി, ഇതെല്ലാം കുഞ്ഞുങ്ങൾ നടന്നു പോകുന്ന വഴികൾ. ഇത് എത്ര 2 മീറ്റർ വഴിയുള്ളതാണ്. ഇവിടെ നോക്കി, ഇവിടെ എത്ര എന്തോ ഉണ്ട്, ഇവിടെ ഒന്നുമില്ല. ഇത് ഈ മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി കൊടുത്തതാണിത്. പക്ഷേ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഒരു റിസൾട്ടും ഇല്ല. അപ്പോൾ സാധാരണപ്പെട്ടവർ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത്? നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും.